ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 36ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഷഡ്ഡൻ കാഫൂർ പറഞ്ഞ കഥ. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് സഹോദരന്മാരെ എൻ്റെ കഥ തുടങ്ങുന്നത്. ആ പ്രായത്തിൽ തന്നെ ഞാനൊരു പേര് കേട്ട നുണയനായി തീർന്നിരുന്നു. കൊല്ലത്തിൽ ഒരു നുണ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അത് പുതുമയുള്ള ഒന്നാന്തരം നുണയായിരുന്നു. അടിമക്കച്ചവടക്കാരൻ കൂടിയായ എൻ്റെ യജമാനൻ ആ കഥ കേട്ട് തലയറിഞ്ഞു ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും തീരെ സഹിക്കാൻ വയ്യാതായപ്പോൾ എന്നെ വിറ്റുകളയാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരേയൊരു തകരാറ് മാത്രമുള്ള കാപ്പിരി ചെറുക്കനെ വിൽക്കാനുണ്ട് എന്ന് ചന്തയിൽ വിളിച്ചു പറഞ്ഞു. എന്താണ് തകരാറെന്ന് വാങ്ങാൻ വന്ന ഒരാൾ ചോദിച്ചു. മറ്റൊന്നുമല്ല, കൊല്ലത്തിലൊരിക്കൽ മാത്രം ഇവനൊരു കള്ളം പറയുന്ന പതിവുണ്ട് എന്ന് കേട്ട് ആ തകരാറ് കണക്കിലെടുത്ത് എനിക്ക് അയാൾ വില പറഞ്ഞു. 600 ദർഹം വിലയും 20 കമ്മീഷനും കൊടുത്ത് അയാൾ എന്നെ വിലയ്ക്ക് വാങ്ങി. പുതിയ യജമാനൻ എനിക്ക് പുത്തൻ ഉടുപ്പുകൾ വാങ്ങിത്തന്നു. ഒരു കൊല്ലം മുഴുവൻ ഞാൻ അവിടെ സുഖമായി താമസിച്ചു. നവവത്സരമായി. അക്കൊല്ലം കൃഷിയിൽ നിന്ന് നല്ല വിളവ് എടുപ്പുണ്ടായിരുന്നു. ഭൂവുടമകൾ വിരുന്നും മറ്റുമായി ആഘോഷം തുടങ്ങി. എൻ്റെ യജമാനനും സ്നേഹിതർക്ക് വേണ്ടി വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കി കൃഷിത്തോട്ടത്തിൽ വച്ച് രാവിലെ മുതൽ രാത്രി വരെ ആഘോഷമുണ്ടായി. അതിനിടെ അത്യാവശ്യമുള്ള എന്തോ ഒന്ന് എടുക്കാൻ മറന്നുപോയിരുന്നു. ഉടനെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് അത് വാങ്ങിക്കൊണ്ടുവരാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ആവട്ടെ ഒരു കോവർ കഴുതപ്പുറത്ത് കയറി അങ്ങോട്ട് പോയി. വീടെത്താറായപ്പോൾ ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. ചുറ്റുമുള്ള വീട്ടുകാർ ജനാല വഴി എത്തി നോക്കി. എൻ്റെ യജമാനത്തെയും പെൺമക്കളും കതക് തുറന്നു ഓടി വന്നു. എന്തിനാണ് കരയുന്നതെന്ന് അവർ എന്നോട് ചോദിച്ചു. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. വിരുന്നിനിടയിൽ യജമാനൻ ഒരു മതിലിനടുത്ത് ചെന്നു. മതിലിടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറത്ത് വീണു. പാവം ചതഞ്ഞരഞ്ഞു. വിവരം പറയാൻ ഞാൻ കഴുതപ്പുറത്ത് പാഞ്ഞു വരികയാണ്. അത് കേട്ട് യജമാനത്തെയും പുത്രിമാരും അലമുറയിട്ട് കരഞ്ഞു. വസ്ത്രങ്ങൾ വലിച്ചു കീറി, തലമുടി പിച്ചി ചീന്തി, മാറത്തടിച്ച് ആകെ ബഹളമായി. അയൽ വീട്ടുകാർ ഓടി വന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഭർത്താവിൻ്റെ അകാല ചരമത്തിലുള്ള ദുഃഖം പ്രകടമാക്കാൻ നാട്ടുനടപ്പനുസരിച്ച് യജമാനത്തെ വീടാകെ അലങ്കോലമാക്കി. ചുമരിൽ ചെളിയും കരിയും വാരിത്തേച്ചു. പാത്രങ്ങൾ തട്ടിമറിച്ചിട്ടു. പലതും തല്ലി പൊട്ടിച്ചു. എന്നോടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാനാകട്ടെ കിട്ടിയ അവസരം ഒട്ടും പാഴാക്കിയില്ല. നല്ല ഉറപ്പുള്ള മരസാമാനങ്ങൾ പോലും അടിച്ചുടച്ചു. മെത്തയും മറ്റും തീയിട്ടു. എൻ്റെ യജമാനനെ, എൻ്റെ യജമാനനെ എന്ന് വിളിച്ച് തട്ട് പലകകളും കഴുക്കോലും വരെ വലിച്ചിളക്കി. യജമാനത്തെയും മക്കളും കീറിയ ഉടുപ്പുകളും പാറിപ്പറന്ന തലമുടിയുമായി തെരുവിലേക്ക് ഓടി. ഗൃഹനാഥൻ്റെ മൃതദേഹത്തിനടുത്തേക്ക് കൊണ്ടുപോകാൻ എന്നോട് അവർ പറഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ട് മുമ്പേ നടന്നു. വലിയൊരു ആൾക്കൂട്ടം ഞങ്ങളെ പിന്തുടർന്നു. ആണും പെണ്ണും യുവതിയും യുവാവും കിഴവനും കിഴവിയും എല്ലാം ഉൾപ്പെട്ട ആ സംഘത്തെ നയിക്കാൻ എനിക്ക് സന്തോഷമായിരുന്നു. അപകടത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അല്ലാഹുവിൻ്റെ നിയോഗം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപകടത്തെക്കുറിച്ച് ന്യായാധിപനെ അറിയിക്കണമെന്ന് ചിലർ യജമാനത്തിയെ ഉപദേശിച്ചു. ഉടനെ അവർ അങ്ങോട്ട് പോയി. ഞാൻ കൃഷിത്തോട്ടത്തിലേക്ക് നടന്നു. ഈ സമയം പ്രഭാതമാകയാൽ ഷഹറാസാദ് ഔചിത്യപൂർവ്വം മൗനം പാലിച്ചു. അടുത്ത രാത്രിയായപ്പോൾ അവർ കഥ തുടർന്നു. ഞാൻ തനിച്ച് കൃഷിത്തോട്ടത്തിലേക്ക് പോയി. യജമാനത്തെയും മറ്റുള്ളവരും ന്യായാധിപനെ കണ്ട് സങ്കടം അറിയിച്ചു. അയാൾ കുറേ തൊഴിലാളികളെ വിളിച്ചു വരുത്തി. മൺവെട്ടികളും കൂട്ടയുമായി പിന്നാലെ വരാൻ അവരോട് പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് കയറി ജനക്കൂട്ടത്തോടൊപ്പം അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു. തോട്ടത്തിനടുത്ത് ചെന്നപ്പോൾ ഞാൻ മണ്ണ് വാരി തലയിലെറിഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. അയ്യോ പാവം, എൻ്റെ യജമാനത്തെയും മക്കളും പോയേ, എനിക്കിനി ആരുമില്ലേ. ഇതുപോലെ നല്ലൊരു യജമാനത്തിയെ വേറെ എനിക്ക് കിട്ടുമോ എൻ്റെ ദൈവമേ. യജമാനൻ
അത് കേട്ട് പരിഭ്രമിച്ചു. എന്താണ് ഉണ്ടായതെന്ന് എന്നോട് ചോദിച്ചു. യജമാനനെ, ഞാൻ വീട്ടിലെത്തിയപ്പോൾ അത് ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അങ്ങയുടെ ഭാര്യയുടെയും മക്കളുടെയും പുറത്താണ് വീണത്. എൻ്റെ ഭാര്യയ്ക്ക് വല്ലതും പറ്റിയോ? അയ്യോ, ആരും രക്ഷപ്പെട്ടില്ലേ? മൂത്ത മകളാണോ ആദ്യം മരിച്ചത്, അതോ ഇളയ കുട്ടിയോ? എല്ലാവരും മരിച്ചു പോയോ? എൻ്റെ കഴുതയ്ക്ക് വല്ലതും പറ്റിയോ? വീടിൻ്റെ ചുവരിടിഞ്ഞു വീണപ്പോൾ തൊഴുത്തും തകർന്നു യജമാനനെ. കഴുത മാത്രമല്ല, ആടും കോഴിയും എല്ലാം ചതഞ്ഞരഞ്ഞു. എൻ്റെ മൂത്ത മകൻ, അവൻ എവിടെ പോയി? കഷ്ടം, ആരും ജീവിച്ചിരിപ്പില്ല, മനുഷ്യരും മൃഗങ്ങളും ഒന്നും. ഇനി അവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ ബാക്കി പറഞ്ഞു തരാൻ വേണ്ടി.